വെള്ളത്തിൽ ഒരു മനുഷ്യൻ വീണ് ആ മനുഷ്യൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നതായ ഒരു മനുഷ്യൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ആ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ആ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആ ഒരു മനുഷ്യനെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ ഖബറിൽ കിടന്നുകൊണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ആ ദുആ അവരിൽ നിന്നും ലഭ്യമായാൽ ഒരു പർവ്വതത്തിന്റെ വലിപ്പം കണക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിലേക്ക് ആ ദുആ എത്തിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ആ മയ്യത്ത് വളരെയേറെ സന്തോഷിക്കും. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ഹദീസിൽ തന്നെ നബി തങ്ങൾ പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവർ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതായ ഹദിയ അത് അൽ ഇസ്തിഗ്ഫാറു, ആ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന പാപം മോചനം ചോദിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ധാരാളം ഹദിയ ചെയ്യണം, ധാരാളം സദഖകൾ ചെയ്യണം. അതിനുള്ളതായ ദിനങ്ങളാണ് ഈ വിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങൾ. ആയതുകൊണ്ട് ഇത്തരം അമലുകൾ ധാരാളമായി ചെയ്യാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നാം ചെയ്യുന്ന അമലുകൾ ഫലപ്രദമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.